ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വഴിയും സത്യവും ജീവനുമായിരിക്കുന്നു എന്നുള്ള വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെയായ വീടുകളിൽ, ഓഫീസുകളിൽ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ പ്രിയമുള്ളവരെ, നിങ്ങളുടെയായ ശ്രദ്ധ അല്പസമയത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അവർ ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ക്രിസ്തീയ അനുഭവത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ചർച്ചയിൽ പങ്കുവച്ചത്. ഒരുവൻ മറ്റൊരുവനോട്, അല്ലയോ സുഹൃത്തെ, ക്രിസ്തീയ ജീവിതം എത്ര ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് അതൊരു വലിയ അവസരമായി കരുതുന്നു എന്ന് ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തിനോട് ഇവിടെ പറയുന്നതായി കാണും. ആ വ്യക്തിയുടെ പേര് റെയ്മണ്ട് വിൽസൺ എന്നാണ്. റെയ്മണ്ട് വിൽസൺ അത്രയും നാളുകൾ, അല്ലെങ്കിൽ അത്രയും വർഷം, 20 വർഷക്കാലം ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി എന്നും, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് രാത്രിയിൽ തൻ്റെ സുഹൃത്തിനോട് വളരെയധികം ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വികാരഭരിതനായി തൻ്റെ സുഹൃത്തിനോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചു. അവരൊത്തൊരുമിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. റെയ്മണ്ട് വിൽസൺ പ്രാർത്ഥിച്ചത്, ദൈവമേ, ഒരു ക്രൈസ്തവനായി ജീവിക്കുന്നത് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമെന്ന് കരുതുന്നു. ഇത്രയും നാളും ജീവിക്കുവാനായിട്ട്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. എന്തൊരു ഭാഗ്യകരമായ ഒരു അനുഭവമെന്നാണ് ആ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വിവരിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം ആ റെയ്മണ്ട് വിൽസൺ അവരുടെ കോളേജിൽ നിന്ന് ഒരു പിക്നിക്കിന് പോയ ഗ്രൂപ്പുമായി അദ്ദേഹം പോവുകയും അവിടെ ഉള്ള പിക്നിക്കിൽ എത്തിയ അവിടുത്തെ ആറ്റിൽ കുളിക്കാനിറങ്ങി റെയ്മണ്ട് വിൽസൺ മുങ്ങി മരിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ഒരു ഭാഗ്യകരമായ അനുഭവമാണ് എന്ന് വിശേഷിപ്പിച്ച് തൻ്റെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് വളരെ വികാരഭരിതനായി തന്നെ സുഹൃത്തിനോട് പങ്കുവച്ച വ്യക്തി അതിൻ്റെ പിറ്റേ ദിവസം മൺമറഞ്ഞുപോയി. അവസാനത്തെ ആ നാളിൽ പോലും താൻ വിശ്വസിച്ച ദൈവം, ഞാൻ അറിഞ്ഞതായ ആ സത്യം, താൻ അറിഞ്ഞതായ ആ മഹത്വമേറിയ പ്രത്യാശയുടെ ദൂത്, അത് അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് ആ റെയ്മണ്ട് വിൽസൺ എന്ന് പറഞ്ഞ സഹോദരന് സാധിച്ചു. ആ കർത്താവായ ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവനാണ് വഴിയും സത്യവും ജീവനുമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അവനൊരു അംഗീകാരം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് അല്പമായി ഗഹനമായി ഒന്ന് നമുക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ സ്ഥാനം എവിടെയാണ്? നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ അല്ലാതെ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനടുത്തിൽ എത്തുന്നില്ല എന്ന് ഇവിടെ ഈ വചനത്തിൽ കൂടെ വ്യക്തമായി പറയുന്നു. അവനാണ് വഴി, അവനാണ് സത്യം, അവൻ തന്നെയാണ് ജീവനുമായിരിക്കുന്നത്. ഒരിക്കലും നിനക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ നിനക്ക് എത്തുവാനായിട്ട് സാധ്യമല്ല. എത്ര ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇത്. പല പ്രാവശ്യം പല ഉപദേശകരും പല ശുശ്രൂഷകരും പല മഹൽ വ്യക്തികളും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനാണ് എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അവൻ്റെ ആ ജീവിത ചുവടുകളിലൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിനെ നിൻ്റെ വഴിയും സത്യവും ജീവനുമായിട്ട് നിനക്ക് അംഗീകരിക്കുവാനായിട്ട് നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തെക്കുറിച്ച് അല്പമായിട്ട് നീ ചിന്തിക്കുക. ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പരിശോധന ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 9-ാമത്തെ വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേയ്ച്ചൽ കണ്ടെത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു നമ്മളുടെ വാതിൽ ആകുന്നു, അവനിലൂടെ കടക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ആ വാതിലാകുന്ന ക്രിസ്തുവിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, അവനുമായുള്ള ആ കൂട്ടായ്മയിൽ പ്രവേശിക്കുവാനായിട്ട് ആർക്കെല്ലാം സാധിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കും എന്നാണ് പറയുന്നത്. അവനിൽ പ്രവേശിക്കുകയും അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അവന് വേണ്ടിയതായ കാര്യങ്ങൾ അവൻ കണ്ടെത്തുകയും ചെയ്യും എന്നും ദൈവം ഇവിടെ വേറെ ഒരു വാഗ്ദത്തം ഇവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആയതിനാൽ ആ വാതിലാകുന്ന കർത്താവായ യേശുവിലൂടെ പ്രവേശിക്കുവാൻ നമ്മൾ എപ്പോഴും ബന്ധപ്പെടേണ്ടതാണ്, എപ്പോഴും നമ്മൾ താല്പര്യപ്പെടേണ്ടതാണ്. നമ്മൾ അവനിലേക്ക് ആ പ്രവേശനം ലഭിച്ചവരായി ജീവിക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും വേറെ മാർഗങ്ങൾ അന്വേഷിക്കാതെ നേരായ മാർഗത്തിലൂടെ അവനെ അംഗീകരിച്ചുകൊണ്ട് സകലരുടെയും രക്ഷയുടെ കവാടമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രവേശിക്കുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ദൈവം ആഗ്രഹിക്കുന്നു. തുടർന്ന് നമുക്ക് നോക്കാം. എഫേസ്യർ 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കാം. എഫേസ്യർ 2:18 എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വായിക്കുമ്പോൾ, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട് എന്നാണ് പറയുന്നത്. ഏക ആത്മാവിനാൽ നാം എല്ലാവർക്കും പിതാവിൻ്റെ അരികിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവസരമുണ്ട് എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ അരികിലേക്ക് നാം എത്തണമെങ്കിൽ അവനിലൂടെ മാത്രമേ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരു പാസ്പോർട്ട് അവിടെ നൽകുന്നതായിട്ട്, നമുക്കൊരു അനുവാദം നമുക്ക് ലഭിച്ചവരായി കാണപ്പെടുന്നതിന്, നമുക്ക് അംഗീകാരം ലഭിച്ചവരായി, ഏക ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി ദൈവം ഇവിടെ അവനിലേക്ക്, അവൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം അവനിലൂടെ നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു
പ്രത്യാശയുടെ വചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ യേശു എന്നാണ്, അവൻ പ്രവേശന കവാടമാണ്. അവനിലൂടെ മാത്രമേ നമുക്ക് ആ ജീവനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂന്നും നമ്മളെ ഏക ആത്മാവിനാൽ ദൈവം നമ്മളെ നയിക്കുന്നു എന്നും ഇവിടെ ഈ വചനങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അവനിൽ ആ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കണം നാം ദൈനംദിനം തോറും നമ്മൾ ജീവിക്കേണ്ടത്. ആ ദൈനംദിന ജീവിതത്തിൽ ദിനംതോറും ആത്മീയമായി നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ ആ കവാടമായ ക്രിസ്തുവിലേക്ക് നമ്മൾ പ്രവേശനം ലഭിച്ചവരായി നാം ജീവിക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ അവനുമായുള്ള ആ കൂട്ടായ്മയിൽ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ബന്ധത്തിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ തുടർന്ന് നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 37-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവചനം 4:37 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 4:37 ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു, പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സ്വർഗസ്ഥനായ ദൈവത്തെ ഒരു അന്യജാതിക്കാരനായ, ഒരു ജാതീയനായ ഒരു രാജാവ് അവിടെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. പ്രവൃത്തികൾ സത്യമാണ്, അവൻ്റെ വഴികൾ ന്യായമാണ്. ഇവിടെ നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുന്ന ഒരു ദൈവമാണ്. നിൻ്റെ ഹൃദയത്തിൽ ആ നിഗളഭാവം നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ കണിശമായും താഴ്ത്തും, അതിൽ യാതൊരു സംശയവുമില്ല. അത് എത്ര വലിയവനായിരുന്നാലും ശരി, നീ നിഗളിച്ച് നടക്കുകയാണെങ്കിൽ നിനക്ക് ഒരു താഴ്ച ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ആ അഹങ്കാര ഹൃദയത്തോടുകൂടി, അഹങ്കാര ഭാവത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിനക്കൊരു വീഴ്ച ഭവിക്കുമെന്നുള്ളത് ആ സത്യം മറന്നു പോകരുത്. അപ്പോൾ നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ എന്നാണ് പറയുന്നത്. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ പ്രവൃത്തികൾ അത് സത്യമാകുന്നു, അത് ന്യായമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ അവൻ എന്തു ചെയ്യുന്നു? അവൻ താഴ്ത്തുന്നു എന്ന് നാം കാണുന്നു. അപ്പോൾ നിഗളഭാവം നമ്മളുടെ മനസ്സുകളിൽ നിന്ന് നമ്മൾ തുടച്ചു നീക്കണം. ആ നിഗളഭാവം നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്ന് അകറ്റേണ്ടത് അനിവാര്യമാണ്. അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി ജീവിക്കുന്ന അനേകരുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിഗളഭാവം നിങ്ങൾ വെച്ചു പുലർത്താതെ ദൈവത്തിൻ്റെ ആ വഴികളിൽ നടക്കുവാനും വളരെ എളിമത്വത്തിൻ്റെയും വിനയത്വത്തിൻ്റെയും അടയാളങ്ങളായി നിങ്ങൾ മാറേണ്ടത് അനിവാര്യമാണ്. അതിനാൽ അവൻ സത്യത്തിൻ്റെ വഴിയിൽ നിങ്ങളെ നയിക്കപ്പെടേണ്ടതിന് അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. നിഗളഭാവം നമുക്ക് പാടില്ല പ്രിയമുള്ളവരെ. അഹങ്കാരം കൊണ്ട്, ആ ഭാവം കൊണ്ട് എത്രയോ പേർക്ക് നാശം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അഹങ്കാരത്തിന് ഒരു അംഗീകാരം ആരും നൽകുന്നത് നമ്മൾ കാണുന്നില്ല. പിശാചിൻ്റെ ആ അഹങ്കാര ഭാവം കൊണ്ട് തന്നെയാണ് ഭൂമിയിലേക്ക് വെട്ടി വീഴ്ത്തപ്പെട്ടത്. നമ്മൾ അവൻ്റെ സ്വഭാവത്തിന് അതിന് നമ്മൾ അംഗീകാരം നൽകിക്കൊണ്ട് ആ സ്വഭാവമാണ് എനിക്ക് വേണ്ടിയതെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ തുറകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാവം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്കൊരു വീഴ്ചയുടെ വക്കോളമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ആ വീഴ്ചയുടെ വക്കോളം എത്തിയിരിക്കുന്നത് നിങ്ങൾ എന്താണ്? ക്രിസ്തുവിൽ ഐക്യപ്പെടേണ്ടതിനും അവനിലൂടെ മാത്രമേ ആ പിതാവിനിടത്തിൽ എത്തുവാൻ സാധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ തുടർന്ന് നമുക്ക് വായിക്കാം വെളിപ്പാട് പ്രവചനം, അവിടെ 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് 15:3 എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ എന്നാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അപ്പോൾ അവർ പാട്ടുപാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമേ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതകരവുമായിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതകരവും ആയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികളും അവൻ്റെ ആ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിരിക്കുന്നു എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവർ അവിടെ മനസ്സിലാക്കി. അപ്പോൾ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി എന്നാണ് പറയുന്നത്. കുഞ്ഞാടിൻ്റെ പാട്ടും മോശയുടെ പാട്ടും അവർക്ക് പാടുവാനായിട്ട് സാധിച്ചു. അവരുടെ നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ, നിന്റെ വഴികൾ എപ്പോഴും നീതിയുള്ളവയാണ്, സത്യമുള്ളവയാണ് എന്ന് ദൈവത്തെ അവിടെ പുകഴ്ത്തുന്നതായ ഒരു അനുഭവം ഇവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ വഴി എപ്പോഴും നീതിയുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ വഴി എപ്പോഴും സത്യമുള്ള വഴികളാണ്. പലപ്പോഴും ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലും വെച്ച് അർഹിക്കാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പണ ഇടപാടുകൾ, അധികമായി പണം എനിക്ക് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ആളുകൾ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ അവർ എനിക്ക് തന്നു. പക്ഷേ ആ പണം ആ സമയത്ത് തന്നെ ഞാൻ അവരോട് നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് അത് തിരികെ നൽകി ഞാൻ പലപ്പോഴും കൊടുത്ത് പോയിട്ടുള്ളതായ അനുഭവങ്ങളുണ്ട്. ഒരിക്കലൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരു കെട്ട് നോട്ട് അവിടെ താഴെ കിടന്ന് കിട്ടി. ഞാൻ ആ പണം വേണമെങ്കിൽ എൻ്റെ ബാഗിനകത്തോ എൻ്റെ കീശയിലാക്കിക്കൊണ്ട് ഞാൻ അവിടെ നടന്ന് നീങ്ങാമായിരുന്നു. ആരും തന്നെ എന്നെ ചോദിക്കുവാനായിട്ട് അവിടെ ആരുമില്ല. എന്നാൽ ഞാൻ ആ പണം എടുത്തുകൊണ്ട് ഞാൻ അവിടെയുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ചെന്ന്, ഈ പണം ഇവിടെ വന്ന ആരുടെയോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ ആരെങ്കിലും ഇത് അന്വേഷിച്ച് വന്നാൽ നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ചെയ്തതായ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു മണ്ടത്തരമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ അത് അങ്ങനെയല്ല. അത് നൽകിയത് ശരിയായിട്ട് തന്നെയാണ്, ശരിയായാണ് ഞാൻ ചെയ്തത് എന്ന് എത്രയോ പേര് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, എന്നെ വിമർശിക്കുമ്പോൾ, ഞാനൊരു പൊട്ടനാണ് എന്ന് ആളുകൾ പറയുമ്പോൾ, ഞാൻ ചെയ്തതായ കാര്യം ശരി തന്നെയാണെന്ന് എനിക്ക് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതും ദൈവത്തിൻ്റെ ആ നീതിപാതകയിൽ സഞ്ചരിക്കുന്നതും അത് എപ്പോഴും അത് നല്ല ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ പാട്ടും മോശയുടെ പാട്ട് പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവയാണ്, അതുപോലെ നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും നീതിയുള്ളതാണ്, സത്യമുള്ളതാണ്. ആ സത്യമുള്ള പാതയിലൂടെയാണ് നമ്മളെ സഞ്ചരിക്കുവാനായിട്ട് ദൈവം എപ്പോഴും നമ്മളെ വിളിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ എന്താണ് പറയുന്നത് നോക്കാം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മളുടെ വിചാരങ്ങളല്ല, എന്നാൽ നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളുമല്ല. നമ്മളുടെ നിന്നും ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും വളരെ അധികം വ്യത്യാസമുണ്ട്
വളരെയധികം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. അവൻ്റെ വിചാരങ്ങളല്ല നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വഴികളുമല്ല അവൻ്റെ വഴികൾ. നമ്മളുടെ ചിന്തകളിൽ നിന്നും വലിയ വ്യത്യാസമുള്ള ഒരു വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ് ദൈവത്തിനുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നിറവേറണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കണമെന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയാണ് സകലതും കടന്നു പോകുന്നത്. ദൈവം അറിഞ്ഞാണ് സകലതും സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാപ്രവചനം 55-ാം അധ്യായം അവിടെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതിൻ്റെ 9-ാമത്തെ വാക്യം, ആകാശം ഭൂമിക്കും ഇതേ വീർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും എത്രത്തോളം അവിടെ അകന്നിരിക്കുന്നുവോ അതുപോലെ ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളും എത്രയോ ദൂരെ അകന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വഴികളിൽ അവൻ്റെ ആ സഞ്ചാര മാർഗങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വഴികളെക്കുറിച്ച്, നമ്മളുടെ ഭാവങ്ങളെക്കുറിച്ച്, നമ്മളുടെ ഓരോ ആത്മീയമായ തലങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നത്. അപ്പോൾ നമുക്ക് തുടർന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 25-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തനങ്ങൾ 25-ന്റെ 8ഉം 9ഉം വാക്യം, യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. യഹോവയായ ദൈവം ഇവിടെ നല്ലവനും നേരുള്ളവനുമാണ്. അവന് എന്താണ്? അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. പാപികൾക്കാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അവൻ നേർവഴി കാണിക്കുന്നത് എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പാപികൾക്ക് നേർവഴികളെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. പാപികൾക്ക് നേർവഴി കാണിക്കുന്ന ഒരു ദൈവം. പാപികളായി ഇരിക്കുന്നവർ എന്താണ്? അവൻ തെറ്റായ പാതയിലൂടെ എപ്പോഴും സഞ്ചരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എപ്പോഴും ദൈവം ആ നേരായ പാത അവന് എടുത്തു കാണിക്കുകയും നേരായ പാതയിലൂടെ അവൻ സഞ്ചരിക്കട്ടെ എന്ന് എപ്പോഴും താല്പര്യമുള്ള ഒരു ദൈവമായിട്ടാണ് നാം കാണപ്പെടുന്നത് പ്രിയമുള്ളവരെ. യേശു കർത്താവ് നമുക്ക് നേരായ പാതകൾ കാണിക്കുന്ന ദൈവമായിരിക്കുന്നതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിസ്തോത്രം കർത്താവേ. നിൻ്റേതായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നതിനായി ദൈവമേ സ്തോത്രം കർത്താവേ എന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ. നാം കാണുന്ന രീതിയിൽ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പോക്ക്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ ലോകത്തിൻ്റെ സഞ്ചാരം, ഈ ലോകത്തിൻ്റെ മുന്നേറ്റം. ആയതിനാൽ ദൈവീയ വഴികളിൽ നാം എപ്പോഴും നടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമേ. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ദൈവമേ, നിത്യതയിൽ പ്രവേശിക്കുവോളം അങ്ങ് അടിയങ്ങളെ വഴി നടത്തണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ ആയുസ്സുള്ള പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമേ, ആമേൻ. നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന വിലാസത്തിൽ ഞങ്ങളോട് ബന്ധപ്പെടുക. ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥന നിരതരായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.